അപ്പോ അവർക്ക് അത്രയും അവര് എന്താ പറയാ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഇനി ഇവിടെ പ്രശ്നം വെപ്പൊക്കെ ഉണ്ടാവാറില്ല. ഇപ്പൊ വളക്ക് കഴിഞ്ഞാൽ ഇനി ഒരു പ്രശ്നം വെപ്പ് ഉണ്ടാവും പണിക്കരെ വിളിച്ചിട്ട്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പണിക്കര് വന്നിട്ട് പറഞ്ഞിട്ടുള്ള ഉഗ്രമൂർത്തിയാണ്. കാരണം അത്രയും പവറുള്ള മൂർത്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ കല്ലമ്പലം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. അപ്പൊ അവിടെ ഒരുപാട് പ്രത്യേകതകളും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ നിറഞ്ഞൊരു ക്ഷേത്രത്തിൽ ഇന്നൊരു ആഘോഷം നടക്കുകയാണ്. ഒരു അയ്യപ്പമുളക്കും കാര്യങ്ങളൊക്കെ, അത് ഒരുപാട് അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക. മാക്സിമം ലൈക്കും ഷെയറും ചെയ്യുക. കാരണം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നമ്മുടെ തന്ത്രി ആളുകൾക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം. ഓക്കെ. ഇത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരുള്ള കല്ലമ്പറമ്പിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് കേട്ടോ. ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. അപ്പോൾ ഇത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിന്. ഇവിടെ പ്രധാന ആഘോഷം എന്നുള്ളത് അയ്യപ്പൻ വിളക്കാണ്. ആ അയ്യപ്പൻ വിളക്കിൽ തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. കാരണം ഇത് അപ്പം വാരൽ വിളക്ക് എന്നും കൂടി ഇവിടെ അറിയപ്പെടുന്നുണ്ട്. അതെന്താ കാരണം വെച്ചാൽ ഇവിടെ ഭഗവാന് നേദിക്കാനുള്ള അപ്പം ഭക്തർ തിളച്ച എണ്ണയിൽ നിന്ന് നഗ്നമായ കൈകൾ കൊണ്ട് വാരിയെടുക്കുക ചെയ്യുക. അപ്പോൾ തിളച്ച എണ്ണയിൽ കൈയിടുക എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നോക്കൂ. അപ്പോൾ വിശ്വാസം അത്രത്തോളം വിശ്വാസം കൂടി ചേർന്നൊരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. അറിയാതെ ആ നിമിഷമൊക്കെ സത്യത്തിൽ ഞാൻ നേരിട്ട് കണ്ട ആളാണ്. ആ നിമിഷം നമ്മൾ അറിയാതെ ഭഗവാനെ വിളിച്ചു പോകും, ഉറക്ക ശരണം വിളിക്കും. കാരണം ആ കാഴ്ച നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയണമെന്നല്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ പുറത്തു നിന്ന് ഒക്കെ വരുന്നുണ്ട്. കണ്ടമാനം ജനങ്ങൾ. ഇതൊരു ചെറിയ അയ്യപ്പൻ വിളക്കല്ല, അത്രയും വലിയ വിളക്കാണ്. കാരണം പുറം ദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ അയ്യപ്പൻ വിളക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ അമ്പലം ഇതിൻ്റെ പേരിൽ തന്നെ, ഈ അപ്പംവാരലിൻ്റെ പേരിൽ തന്നെ ഈ അമ്പലം ഒരുപാട് പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയമാകുമ്പോൾ പുറത്തു നിന്നൊക്കെ ആളുകൾ ഇത് കാണാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നതും. അപ്പോൾ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം വിശ്വാസം ഇല്ല അല്ലെങ്കിൽ ഭഗവാൻ ഇല്ല എന്നൊക്കെ പറയുന്ന കുറേ ആളുകൾക്കിടയിൽ ഭഗവാൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ചില നിമിഷങ്ങളാണത്. അത് ഒരിക്കലും നമുക്കത് നേരിട്ട് കണ്ടനുഭവിക്കേണ്ട ഒരു അനുഭൂതി തന്നെയാണ് ഇത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുഴുവനായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ കുറേ ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഐതിഹ്യം ചരിത്രമൊക്കെ ഇവിടെയുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാ ആളുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ വീഡിയോ. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യണത്. അപ്പോൾ അത് നമ്മുടെ മറ്റുള്ള ദേശങ്ങളിലേക്കും മറ്റുള്ള ആളുകളിലേക്കൊക്കെ നമുക്ക് എത്തിക്കണം. അതിന് മാക്സിമം എല്ലാ ആളുകളും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ മുഴുവൻ വീഡിയോ, ഇതിൻ്റെ ഇവിടെ ഈ അയ്യപ്പൻ വിളക്ക് കാലങ്ങളായിട്ട് നടത്തുന്നത് ഉണ്ണീഷ്ണൻ തിരുവാഴിയോട് എന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ നമസ്കാരം. പേര്? എൻ്റെ പേര് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ അല്ലേ? ഇത് എത്ര വർഷം പഴക്കമുണ്ടാവും ഈ ഒരു ക്ഷേത്രം? ഇത് കേരളത്തില് അന്യം നിന്ന് പോകുന്ന ഒരു ഉപാസന പദ്ധതിയാണ് ഈ ശാസ്താ ഉപാസന എന്ന് പറയുന്നത്. ഈ ശാസ്താ ഉപാസന എന്ന് പറയുന്നത് വീരത്വത്തിന്റെ ഉപാസനയാണ്. എന്നുവെച്ചാൽ യോദ്ധാക്കളുടെ ഉപാസനയാണ് ശാസ്താ ഉപാസന. ശാസ്താവ് എന്ന് പറയുമ്പോൾ തന്നെ അയാൾ ഒരു യോദ്ധാവിന്റെ രൂപത്തിലാണ് നമുക്ക് പ്രത്യക്ഷപ്പെടുക. എന്നുവെച്ചാൽ ഒരു കളരി അഭ്യാസമായിട്ടുള്ള ഒരു യോദ്ധാവ്. അപ്പോ അദ്ദേഹത്തിന് ഇതൊരു ഈ ക്ഷേത്രത്തിന് ഒരു 38 കൊല്ലം പഴക്കമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭാസ്കരസ്വാമി എന്ന് പറഞ്ഞ ഒരു മഹാനായിട്ടൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ഈ ശാസ്ത്ര ഉപാസനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെറിയ തോതിൽ തുടങ്ങിയ ഒരു സങ്കല്പമാണ് ഇന്ന് ഈ ഒരു ക്ഷേത്രമായിട്ട് മാറിയിരിക്കുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് തന്നെ അറിയേണ്ടായിരുന്നില്ല ഇതിന്റെ ശക്തി എന്താണെന്ന്. കാലക്രമത്തിൽ ഭഗവാന്റെ ആ വീരത്വം, ആ ശക്തി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ശാസ്ത്ര ഉപാസന പറഞ്ഞാൽ നമുക്ക് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഉപാസന കൂടിയാണ്. അകമല ശാസ്താവ്, കുതിരാൻ ശാസ്താവ്, എല്ലാ മലകളുടെയും അടിയിലും ഒരു ശാസ്താവിനെ കുടി വെച്ചിട്ടുണ്ടാവും. അതെന്ന് വെച്ചാൽ കാവൽ ദൈവം
പതിവായിട്ട്. ഇതുപോലെ കേരളത്തില് മാത്രമല്ല, തമിഴ്നാട്ടിൽ ഇപ്പൊ അയ്യനാർ എന്നുള്ള ഭാവത്തില് ഓരോ ഗ്രാമങ്ങളിലും ഇതുപോലെ ശാസ്താവിനെ ഉപാസിക്കുന്നുണ്ട്. അയ്യനാര്, വീരമാടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശാസ്താവ് 18 തരം ശാസ്താക്കളുണ്ട് ഇത്രയും മൊത്തം. അപ്പൊ ഈ ശാസ്താ ഉപാസനയില് ആ ഉപാസന ചെയ്തു വരുന്ന യോദ്ധാക്കളും ഭാവിയില് ദൈവങ്ങളായി മാറും. മനുഷ്യൻ ദൈവമായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇത്ര ഇത്. അതുപോലെ ഒരു ഉപാസനയാണ് പദ്ധതി ഇത്. ഈ പറയുന്ന ഭാസ്കര സ്വാമി എന്ന് പറഞ്ഞ വ്യക്തി 38 കൊല്ലമായിട്ട് ഈ ഉപാസന ചെയ്ത് ഞങ്ങൾക്ക് ഈ ക്ഷേത്രം കൈമാറിയ ഈ വ്യക്തി ഒരു 3 കൊല്ലം വരെ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു. അതും ശബരിമലയിൽ വെച്ചിട്ടാണ്. പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം വരും. കാരണം വെച്ചാൽ 18 പടിയുടെ ചോട്ട് വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ കെട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ വിജയസ്വാമി കൊണ്ടൊരു ആൾക്ക് ഇവിടെയുള്ള ആ സ്വാമിക്ക് കൈമാറി ആ 18 പടിയിൽ അദ്ദേഹം അവസാനിക്കുകയാണ് ചെയ്തത്. ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കുക. ഇത്രയും ശക്തമായിട്ട് ഉപാസന ഇത് വേറെ ഇല്ല. പിന്നെ ഈ ദേശത്തെ പ്രത്യേകത പറഞ്ഞാൽ ഞാൻ കണ്ടിടത്തോളം ഇവിടുത്തെ ആൺകുട്ടികൾക്കാണ് അതിശക്തരായിട്ടുള്ള ആൺകുട്ടികളാണ് ഞാൻ കാണുന്നത്. ആ ശാസ്താവിന്റെ ഒരു എന്താ പറയാ ശക്തി കൂടി അതിൽ കാണുന്നത്. ആളുകൾക്കുള്ള ഒരു പ്രത്യേകത പറയുന്നത് ആളുകളുടെ ഈ ദേശത്തിന് പ്രത്യേകതയുണ്ട്. പൊതുവെ കൂടുതൽ സൈനികർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരുപാട് സൈനികര് പട്ടാളത്തിലൊക്കെ ചേർന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് വീരത്വം. ഞാൻ പറയില്ലേ, ഇന്ന് നമുക്ക് ഇല്ലാതെ പോകുന്നത് വീരത്വമാണ്. പൂരപ്പറമ്പിലും ഉത്സവപ്പറമ്പിലും അതുപോലെ ആവശ്യമില്ലാത്ത രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടും യുദ്ധം ചെയ്ത് മരിക്കുന്ന അതല്ല പൗരുഷം, അതല്ല ആണല്ലോ. നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും സ്വജനങ്ങൾക്ക് വേണ്ടി പൊരുതി നിൽക്കാൻ, ജീവിതത്തിൽ പൊരുതി നിൽക്കാനുള്ള ശക്തിയാണ് യഥാർത്ഥ വീരത്വം എന്ന് പറയുന്നത്. അത് ലഭിക്കാനാണ് നമ്മുടെ ശാസ്താ ഉപാസന ചെയ്യുന്നത്. ഒരു വ്യക്തി 41 ദിവസം മണ്ഡലവ്രതം കൊണ്ട് സ്വയം ശാസ്താവായി മാറുകയാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു അപ്പം വാരൽ എന്നൊരു കർമ്മമുണ്ട്. അത് അങ്ങനെ കാണാം, കുറച്ചുകൂടി കഴിഞ്ഞാൽ അങ്ങനെ കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം വാരലെ കർമ്മം നമുക്കൊന്ന് ചിന്തിക്കാനും പോലും പറ്റത്തില്ല. തിളച്ചെണ്ണ എനിക്കൊരു 16 കൊല്ലമായിട്ടുള്ള ഒരു ബന്ധം. എന്റെ ഗുരുനാഥ മധുസ്വാമി എന്ന് പറയും. അദ്ദേഹം മുഖേനയാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. ഈ ഭാസ്കര സ്വാമി മധുസ്വാമി എന്നൊക്കെ പറഞ്ഞ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളരെ സതീർത്ഥ്യന്മാരായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ അവര് തുടങ്ങി വെച്ചാണ് ഈ ഉപാസന. ഇത് വീരത്വം പ്രദർശിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഭക്തി പരീക്ഷിക്കാന്ന് കൂടിയാണ്. 41 ദിവസം ഇവിടെ വന്ന് ഈ ഭഗവാനെ തൊഴുത് ആ മണ്ഡലവ്രതം പൂർത്തിയാക്കിയ ഒരു വ്യക്തി എണ്ണയിൽ കൈവച്ചാൽ അവന് പൊള്ളില്ല. അഗ്നിസ്തംഭനം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അഗ്നി പോലും അവന്റെ മുന്നിൽ തോപിച്ചു പോവാണ്. അതാണ് ഭാസ്കര സ്വാമി ഉള്ള സമയത്ത് അദ്ദേഹം കുറെ നേരം എണ്ണയിൽ കൈ മുക്കി നിൽക്കുന്ന ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം കുട്ടികൾ ഓരോരുത്തർ വന്നിട്ട് അപ്പം പോയിരുന്നത് അത് പ്രത്യേക ചടങ്ങുണ്ട്. എന്ന് വെച്ചാൽ പ്രത്യേക രീതിയിലാണ് ആ അടുപ്പ് കൂട്ടുന്നതും. അടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പറയുന്നത് ശ്രീവിദ്യയിൽ പറയുന്നത് ചിതഗ്നി കുണ്ട സംഭൂത. നമ്മുടെ ചിതഗ്നിയാണ് അത്ര. ചിന്തയിൽ നിന്നും സങ്കല്പത്തിൽ നിന്നുണ്ടാവുന്ന അഗ്നിയിലാണ് ഇത് ദഹിപ്പിക്കുന്നത്. അതാണ് സാധാരണ. അതുപോലെ ഈ പ്രധാന ആഘോഷം എന്നുള്ളത് തന്നെയാണോ ഈ വിളക്കാണ്? ഈ വിളക്കാണ് പ്രധാനമായിട്ടുള്ള ആഘോഷം. ഇവിടെ അതേമാതിരി എന്നും പൂജ ഉണ്ടോ? എല്ലാ ദിവസം പൂജ. ദിവസം രാവിലെ വൈകുന്നേരത്തും രാവിലെ എത്ര മണി തൊട്ടില്ല? രാവിലെ ഒരു 5:30 തുറക്കും. സാധാരണ വൈകുന്നേരം മണ്ഡലകാലത്ത് അതിന് കുറച്ചുകൂടി കൂടുതൽ സമയം എടുത്തു. വൈകിട്ട് 6 മണി ആ സമയത്തുള്ള പൂജയാണ്. ദിവസ പൂജയ്ക്ക് വലിയ പ്രത്യേകതയില്ല. പൊതുവെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നും ദിവസ പൂജയ്ക്ക് പ്രത്യേകതയില്ല. വർഷത്തിൽ ഒരിക്കലുള്ള പൂജകളാണ് ഈ ദേവതകൾ കൈക്കൊള്ളുള്ളൂ. അത് കഴിഞ്ഞ സമാധിസ്ഥനാണ്. ശാസ്താവ് എന്ന് പറഞ്ഞാൽ പൊതുവെ ശാന്തനായി കാട്ടിലിരിക്കുന്ന ദേവതയാണ്. നമ്മളാണ് അദ്ദേഹത്തിനെ ഗ്രാമത്തിലേക്ക് നഗരത്തിലേക്കൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത്. ഇന്നിപ്പോ ശബരിമല ക്ഷേത്രത്തിന്റെ അവസാനം കാണാം. ഭഗവാൻ പൂർണ്ണമായി വിട്ടൊഴിയാൻ വേണ്ടിയിട്ടാണ് ശരം വലിച്ചു വിട്ടത് മുകളിലേക്ക്. നമ്മളവിടെ എന്താ പറയാ അങ്ങോട്ട് കയറി ചെല്ലുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ സമാധാനത്തെ ഇല്ലാതാക്കുകയാണ്. ശാസ്താവ് എന്ന് പറഞ്ഞാൽ പൊതുവെ സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദേവതയാണ്. അതേപോലെ ഇപ്പൊ നമ്മൾ ഒരുപാട് ക്ഷേത്രം 150 ക്ഷേത്രങ്ങളോളം ചെയ്തു. അപ്പൊ നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ ഓരോ അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ സംഭവിച്ചായിട്ടുണ്ട്? കഥകളോ അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞതോ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവ കാര്യങ്ങളോ നമുക്ക് ഇവിടെ ഉണ്ടാകുമ്പോൾ? ഒരുപാട് രോഗം മാറിയുള്ള ഒരുപാട് കേസുകൾ കേട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് അതിന് വഴിപാടുണ്ടോ? എന്തെങ്കിലും വഴിപാട്? ഇല്ല. ഈ വിളക്കിന്റെ വഴിപാട് മാത്രമേ ഉള്ളൂ. ഈ വിളക്ക് വഴിപാട് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ രോഗം മാറുന്നുള്ളൊരു വിശ്വാസം. പ്രത്യേകിച്ച് അതിന്റെ വഴിപാടായിട്ടല്ല, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ പറയില്ലേ ഒരു സാധാരണ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ ഭഗവാനോട് സംസാരിക്കാം. ഒന്നും അദ്ദേഹത്തിന് ഓഫർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇന്നത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്തു തന്നാൽ എനിക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളല്ല ഇദ്ദേഹം. നമുക്കൊന്നും അദ്ദേഹത്തിന് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. അത് അതിനേക്കാളും മേളിലേക്ക് പോയ ഒരാളാണ്. പക്ഷെ വേദന വന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് സന്താനങ്ങളില്ലാതെ പ്രധാനമായിട്ട് ഇവിടെ എന്ന് വെച്ചാൽ ജോലി തൊഴിൽ സംബന്ധമായിട്ട് ദുരിതങ്ങൾ ഇല്ലാതിരിക്കാനാണ് പ്രധാനമായിട്ട് വരുന്നത്. ആളുകൾ കൂടുതൽ വേണം. ഇത് അതുപോലെ ഈ അപ്പന്മാരില് ഇപ്പൊ ഞാൻ അയ്യപ്പന്മാർക്ക് നടക്കുമ്പോഴും ഈ അപ്പന്മാരിൽ എന്ന് പറഞ്ഞ ഇറങ്ങിക്ക് പോകുന്നത് ഒരു പക്ഷേ ഇവിടെ ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളൂ. വേറെ ഇവിടെ അങ്ങനെ ഒരു ഇതിനുള്ളത് കർണാടക കൊടക് ഭാഗത്താണ്. അല്ല അവിടെ ഉണ്ട്. അല്ല ഞാൻ കേരളത്തിലില്ല. ഞാൻ അധികം കുറെ തെരഞ്ഞു നോക്കി. അപ്പൊ എവിടെയും കാണാനില്ല. അപ്പൊ ഇതിന് ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ഉള്ളൊരു കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അത് ഭാസ്കര സ്വാമിക്ക് ഒരു തോന്നിയിട്ടുള്ള അദ്ദേഹത്തിന് ഒരുപാട് തോന്നിയതാണ്. അങ്ങനെ ചെയ്യണതാണ്. അതെ. ഇനിയിപ്പോ അതുപോലെ ചോദിക്കാനുള്ളത് ഇവിടെ
ഇവിടെ വഴിപാടുകൾ എന്തൊക്കെയുണ്ട്? പ്രധാനമായിട്ട് ഇതാണ് മറ്റേ വിളക്ക് വഴിപാടുകൾ, പായസം, നിവേദ്യം കാര്യങ്ങൾ അങ്ങനെ. പിന്നെ സാധാരണ ചുറ്റുവിളക്ക് അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഉണ്ടോ? എല്ലാ അമ്പലങ്ങളും നടക്കുന്ന അതേമാതിരി സാധാരണ വഴിപാടുകളുണ്ട് അല്ലേ? ഇത് കമ്മിറ്റിയാണ് അതോ മറ്റേ ദേവസ്വം ബോർഡല്ല, നാട്ടുകാരുടെ കൂട്ടായ്മ, ആളുകളുടെ കൂട്ടായ്മയിൽ ഉണ്ടാക്കിയിട്ടുള്ള അമ്പലമാണ് അല്ലേ? അതെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം സംസാരിച്ചതില്. നമസ്കാരം. പേര് ബിജു. ഇവിടെ നിത്യ പൂജ ചെയ്യുന്ന എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയുന്നത്? അതായത് ഇവിടെ ഒരുപാട് പേരും പ്രശസ്തിയുള്ള ഒരു അമ്പലമാണ്. ചെറിയ അമ്പലമാണെങ്കിൽ കൂടി തീർച്ചയായിട്ടും പുറത്തേക്ക് ഭയങ്കര പേരും ഈ വിളക്കൊക്കെ ഭയങ്കര പേരാണ് അല്ലെ? അതെ. ഇത് എത്ര വർഷമായി നമ്മൾ ഈ വിളക്ക് തുടങ്ങിയിട്ട്? വിളക്ക് തുടങ്ങിയിട്ട് 38 വർഷമായി. 38 വർഷമായി അല്ലെ? അപ്പോൾ ഞാൻ ഗുരുനാഥന്റെ ഒപ്പം കൂടിയിട്ട് 20 വർഷത്തെ മീതയായി. പിന്നെ 3 കൊല്ലം മുമ്പാണ് ഗുരുനാഥൻ മലയിൽ വെച്ചിട്ട് മരണപ്പെടുകയുണ്ടായത്. അതിനുശേഷം ഞാനാണ് ഇവിടുത്തെ പൂജാരിയായിട്ട് സ്ഥാനേറ്റത്. എത്ര വർഷമായി? 3 വർഷം. 3 വർഷമായി. ഞാൻ ശേഷം ഏറ്റെടുത്തതാണ്. പിന്നെ നിത്യവും ഇവിടെ തന്നെ ഉണ്ട്. നിത്യം ഇവിടെ തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഇപ്പൊ ഇന്നിപ്പോ പ്രധാന ഒരു ചടങ്ങായിട്ട് തോന്നിയത് ഏറ്റവും വലിയ എല്ലാ അമ്പലങ്ങളും പ്രത്യേകത തോന്നിയത് ഈ അപ്പന്മാരിൽ ചടങ്ങാണ്. അതെ. അത് സത്യത്തിൽ അതിന്റെ തുടങ്ങാൻ അല്ലെങ്കിൽ അതിനൊരു കാരണോ കാര്യങ്ങളോ അതിനെ കുറിച്ചൊന്നും പറയും? എന്റെ ഗുരുനാഥൻ തുടങ്ങി വെച്ചതാണ് അത്. അദ്ദേഹത്തിന് ഒരു മോഹം ഭഗവാന് വേദിക്കാനുള്ള അപ്പം തിളച്ചെണ്ണയിൽ കൈകൊണ്ട് വരണമെന്ന്. അപ്പൊ അങ്ങനെ ഗുരുനാഥൻ തുടങ്ങി വെച്ചതാണ്. അത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അത് വാരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ 41 ദിവസം വ്രതം വേണം, മാലയിട്ട സ്വാമിമാരും ആവണം. പിന്നെ ആദ്യം പൂജാരി, ഞാൻ ഇവിടുത്തെ കോമരം കൂടെയാണ്. അപ്പൊ കോമരത്തിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പൊ കോമരം അത് ആദ്യം തൊട്ട ശേഷം ബാക്കി എല്ലാവർക്കും വ്രതമുള്ളവർക്കെല്ലാം അത് ചെയ്യാം. ആ ചെയ്യുന്ന അപ്പമാണ് ഭഗവാന് വൈകിട്ട് എന്റെ ഒരു മനു എന്നാണ്. മനു അല്ലേ? മനു അമ്പലത്തിന്റെ സെക്രട്ടറി. ഞാൻ ഇവിടെ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന ഞാനാണ്. ഒരു കമ്മിറ്റി ഉണ്ട്, ശ്രീധർമ്മ ക്ഷേത്ര സമിതി എന്ന് പറഞ്ഞ് ഭഗവാനെ സേവിക്കുന്ന കുറച്ച് യുവാക്കളുടെ ഈ നാട്ടുകാരുടെ ചെറിയ കമ്മിറ്റി ഉണ്ട്. അതിലെ ഒരു പ്രതിനിധിയാണ് ഞാൻ. എത്ര അംഗ കമ്മിറ്റിയാ? ഞങ്ങള് 18 അംഗ കമ്മിറ്റി. പേര് അരുൺ. അരുൺ പ്ലാവഴി. അരുൺ അല്ലേ? ഇവിടെ അടുത്തന്നെ വീട്? അടുത്തന്നെയാണ് വീട്. ഞാൻ അമ്പലത്തിലെ വൈസ് പ്രസിഡന്റാണ്. ഈ അമ്പലത്തിലെ എല്ലാത്തിനും കൂടെ നിൽക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഓരോ കാലത്ത് മാറ്റങ്ങൾ വരികയാണ്. മുന്നേ ഒരു ചെറിയൊരു അമ്പലമായിട്ട് വന്നു ഒരു പാലക്കെട്ടാണ്, മരപ്പാലക്കെട്ടാണ് പരിപാടി നടത്തിയിരുന്നത്. പിന്നെ അങ്ങനെ വിപുലീകരിച്ചപ്പോൾ നമുക്ക് നല്ല സൗകര്യമായിട്ട് ജനത്തിന് ഇവിടെ നിൽക്കാനുള്ള സൗകര്യം ഇല്ലാതെ എപ്പോഴും പോരാന്നുള്ള ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതിന് കമ്മിറ്റി ഫൈനൽ വേണ്ട കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അയ്യപ്പയപ്പോ എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതിനാണ് അവിടുത്തെ ഞങ്ങൾ കമ്മിറ്റിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഒരു കമ്മിറ്റി മെമ്പർ, ഇവരൊക്കെ ഇവിടെ അധികാരികളാണ്. ഞങ്ങളൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. പിന്നിപ്പോ വലിയൊരു പരിപാടി കിട്ടുന്നത് അപ്പന്മാരില് തിളച്ചെണ്ണ അപ്പന്മാരിലെ പരിപാടിയാണ്. അത് കണ്ട അറിയാൻ പാലക്കൊമ്പ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ അലോൺസ് ചെയ്യും, അപ്പം വരാനുള്ള സ്വാമിമാര് കുളിക്കാൻ പോവാണ്. അപ്പോ ഞങ്ങൾ ഗുരുപാദം വണങ്ങി എല്ലാവരും കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞ് ഇറനോടെ വന്നിട്ടാണ് ഈ ചടങ്ങ് ചെയ്യുക. ഈ ചടങ്ങ് ചെയ്യുന്നത് വാഴയുടെ പിണ്ടി 2-3 കോള കളഞ്ഞിട്ട് ബാക്കി വാഴയുടെ പിണ്ടി മുറിച്ച് അടുപ്പിന്റെ മുഴ വാഴപ്പിണ്ടിയാണ്. അതില് വരിക്കപ്ലാവിന്റെ വിറകാണ് ഞങ്ങൾ ഉപയോഗിക്കുക. പിന്നെ അത് ആഴി കൂട്ടാൻ ശ്രീകോലിന് തന്ത്രി കർപ്പൂരാഴിയാണ് കൂട്ടുക. കർപ്പൂരാഴി കൂട്ടി ഓടിന്റെ ഉരുളി വെച്ച് 2 ലിറ്റർ വെളിച്ചെണ്ണ അതാണ് ഒഴിക്കുക. 2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂട് പാകമാകുമ്പോൾ അരിമാവ് ഒഴിച്ചെണ്ണയാണ് ഉണ്ടാക്കുന്നത്. അരി, ചെറുപഴം, ശർക്കര, ഇളനീര് ഇതൊഴിച്ച് മാവാക്കി അതിലൊഴിച്ച് വെന്ത് കഴിയുമ്പോൾ പിന്നെ സ്വാമിമാർ ഓരോരുത്തരായി എടുക്കുകയാണ്. അതിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ ആ ഒരു നിമിഷം സാക്ഷാൽ ഭഗവാൻ നിലയിറങ്ങാണ് ഇവിടെ. കാരണം അല്ലാതെ ഒരിക്കലും ആ തിളയ്ക്കുന്ന എണ്ണ നമ്മളിങ്ങനെ കണ്ടു നിൽക്കലേ നമ്മൾക്ക് കൈയിടാൻ കഴിയില്ല. അപ്പൊ ആ ഒരു നിമിഷം ഭഗവാൻ ഇവിടെ നിലയിറങ്ങുകയാണ്. ആ ഒരു അനുഭൂതി അത്ഭുതമാണ് ഇവിടേക്ക് വിളക്കിന് ജനങ്ങളെ ആകർഷിക്കുന്നത്. അത് കാരണം അപ്പം വാറിലെ വിളക്ക് എന്ന് പറഞ്ഞാൽ
നല്ല പ്രസിദ്ധമാണ്. വിളക്കാരും കണ്ടിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ കമ്മറ്റിക്കാരെ പൂജാരിയൊന്നും ആരും നേരിട്ട് അറിയില്ലെങ്കിലും അപ്പംവാരൽ അമ്പലത്തിന്റെ അടുത്ത വീട് എന്ന് പറഞ്ഞിട്ടാണ് പലരും പല ഭാഗത്തും പരിചയപ്പെടുത്താറ്. അപ്പൊ അത്രയും പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തില് ഒരു പൂജാരിയായി കിട്ടിയതില് സാക്ഷാൽ ഭഗവാനോടും ഗുരുക്കന്മാരോടും